ഹലോ, എല്ലാവർക്കും ഹർദീപ്സ് കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ വെജിറ്റബിൾ പപ്സാണ് ഉണ്ടാക്കുന്നത്. എല്ലാ വെജിറ്റബിൾസും വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഹെൽത്തി ആയിട്ടുള്ളൊരു പപ്സ് നമ്മുടെ വീട്ടിലെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള പഫ് പാസ്ട്രി ഷീറ്റ്സിൻ്റെ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. എന്നാലും ഒന്നുകൂടി പറയാം. 1.5 കപ്പ് മൈദ നമ്മൾ എടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ടുള്ളൊരു സ്മൂത്തായിട്ടുള്ളൊരു ഡോ ഉണ്ടാക്കിയെടുക്കാം. ഉണ്ടാക്കിയ ഡോ അരമണിക്കൂർ അടച്ചു വെച്ച ശേഷം ഒന്നുകൂടെ പിന്നെയും നന്നായിട്ട് നീഡ് ചെയ്ത് എടുത്ത ശേഷം അതിന് രണ്ടായിട്ട് ചെറിയ സ്മോളായിട്ടുള്ള 2 ഡോ ആയിട്ട് മാറ്റുക. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ചപ്പാത്തി പലകയിൽ വെച്ചിട്ട് ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ ഓരോരോ ഡോയും നമ്മൾ പരത്തിയെടുക്കുക. ആദ്യത്തെ ഡോ മാക്സിമം ഫ്ലാറ്റ് ആവുന്നവരെ പരത്തിയെടുക്കുക. പിന്നെ ഇതിനെ നമ്മൾ വീഡിയോ കാണിച്ചിരിക്കുന്ന പോലെ ഫോൾഡ് ചെയ്യുക. നാലായിട്ട് ഫോൾഡ് ചെയ്ത ശേഷം പിന്നെയും കുറച്ച് മൈദപ്പൊടി ഇട്ടതിന് ശേഷം അതുകൂടെ ഫ്ലാറ്റായിട്ട് പരത്തിയെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞ ശേഷമായിരിക്കണം നമ്മൾ ഒന്നുകൂടെ ഫ്ലാറ്റ് ആക്കിയിട്ട് ഇത് പരത്തേണ്ടത്. എങ്കിലേ നമുക്ക് നമ്മൾ വിചാരിച്ച അത്രയും മാക്സിമം ആയിട്ടുള്ള ലെയേഴ്സ് കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ പരത്തിയെടുത്ത ശേഷം കുറച്ച് സമയം വെച്ചേക്കാം. അപ്പോൾ 1 മണിക്കൂറിന് ശേഷം പരത്തിയ ഈ ഡോ ഇത് നമ്മൾ മാക്സിമം വലിപ്പത്തിൽ തന്നെ പരത്തിയെടുക്കാം. പിന്നെ ഇതിനെ നമ്മൾ 4ആയിട്ട് മുറിച്ചെടുക്കാം. കത്തി വെച്ചിട്ട് വേണം മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 4 ഈക്വൽ പാർട്സായിട്ട് മുറിച്ചെടുക്കാം. ഇനി നമ്മൾ മറ്റേ ഡോയും ഇതുപോലെ ചെയ്ത ശേഷം 4 ഈക്വൽ പാർട്സായിട്ട് മുറിച്ചെടുക്കാം. സിമ്പിളായിട്ടുള്ള നമ്മുടെ പഫ് പാസ്ട്രി ഷീറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഫസ്റ്റ് തന്നെ. അപ്പോൾ വെജ് പഫ്സിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് പാസ്ട്രി ഷീറ്റ്സ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് സൈഡിലേക്ക് മാറ്റി വെച്ചേക്കാം. നമുക്കിതിലേക്ക് വേണ്ടിയുള്ള വെജിറ്റബിൾ മസാല, നമ്മുടെ വെജാണല്ലോ സ്റ്റഫ്, അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മളൊരു പാൻ എടുത്തിട്ട് അതിലാവശ്യമായ എണ്ണ ഒഴിച്ച ശേഷം കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകം എന്ന് പറയുമ്പോൾ 1/2 ടീസ്പൂൺ ജീരകം അധികം. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റ്, വെള്ളുള്ളി പേസ്റ്റ് അതും കൂടി ചേർത്തെടുത്ത ശേഷം നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം. സോട്ട് ചെയ്ത് കുറച്ച് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ആയ ശേഷം നമ്മുടെ ഗ്രീൻ ചില്ലീസ് ഉണ്ടല്ലോ, മുറിച്ച് വെച്ച ഒരു 3 ഗ്രീൻ ചില്ലീസ് അത് നമ്മൾ അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് സോട്ട് ചെയ്യുക. ഇനി ഇതിലേക്ക് 2 വലിയ ഉള്ളി അരിഞ്ഞത് അതും കൂടെ ചേർത്ത് എല്ലാം കൂടെ ഒരുമിച്ച് സോട്ട് ചെയ്യാം. നമ്മളിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 ചെറിയ ക്യാരറ്റും അതുപോലെ തന്നെ 5 ബീൻസും കുറച്ച് ഒരു കൈപ്പിടിയോളം പോകുന്ന മട്ടർ, നമ്മുടെ ബട്ടാണി ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് സോട്ട് ചെയ്യാം. മസാലപ്പൊടികളാണ് ചേർക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും
അര ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ അര ടീസ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ തന്നെ പിഞ്ച് നമ്മുടെ ബ്ലാക്ക് പെപ്പർ കുരുമുളക് പൊടിയും ചേർക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത ശേഷം എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി മിക്സ് ചെയ്തതിലേക്ക് കുറച്ച് ഇതൊന്ന് കുക്കാവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. നന്നായിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതൊരു മൂടി വെച്ച് അടച്ച ശേഷം 5 മിനിറ്റ് നേരത്തേക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ തണുക്കാൻ വേണ്ടിയിട്ട് ഒരു അരമണിക്കൂർ വെച്ചേക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ആക്കി വെച്ച പഫ് പാസ്ട്രി ഷീറ്റ്സ് റെഡിയാക്കി വെക്കുക ചപ്പാത്തി പലകയിൽ. ഇനി നമ്മൾ അതിലേക്ക് ഓരോ സ്പൂൺ വീതം നമ്മുടെ വെജ് മസാലയില്ലേ, പഫ്സിൻ്റെ മസാല, അത് ചേർത്ത് കൊടുക്കാം. എല്ലാ ഷീറ്റ്സിലും ഇതുപോലെ നമ്മുടെ മസാല നിറച്ച് കൊടുക്കാം. ഇനി അത് ഫോൾഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിൽ കാണിച്ചതുപോലെ ആവശ്യത്തിന് വെള്ളം സൈഡിൽ തൊട്ട് കൊടുത്ത ശേഷം ഈ ഷീറ്റ്സ് ഫോൾഡ് ചെയ്ത് നമ്മുടെ പഫ്സിൻ്റെ ഷേപ്പിലേക്ക് മാറ്റിയെടുക്കാം. എല്ലാ റോ പഫ് ഷീറ്റ്സും ഇവിടെ ഫോൾഡ് ചെയ്തിട്ട് അത് നമ്മുടെ പഫ് തന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടി ഓവൻ ഇല്ലാതെയാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു വലിയ പാത്രം എടുത്ത് അല്ലെങ്കിൽ റൈസ് കുക്കർ എടുത്തിട്ട് അതിൽ ആവശ്യത്തിന് 1 ടീസ്പൂൺ ഉപ്പ് വിതറിയ ശേഷം അതിന് മുകളിൽ ഒരു വെസലോ അല്ലെങ്കിൽ വെയിറ്റോ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിന് മുകളിൽ ഒരു പ്ലേറ്റിൽ നമ്മുടെ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന റോ പഫ് വെച്ച് കൊടുക്കാം. ഇനി ഇത് ഒരു 40 മിനിറ്റത്തേക്ക് അടച്ച് വെച്ച് വേവിക്കാം. ലോ ഫ്ലെയിമിൽ വേണം വേവിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകുന്നതായിരിക്കും. അപ്പോൾ 40 മിനിറ്റിന് ശേഷം നമ്മൾ തുറന്നു നോക്കിയാത്ത അവസ്ഥയാണ് ഇത് കാണുന്നത്. അപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട്. എല്ലാ സൈഡും ഏകദേശം വെന്ത് വന്നിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള വെജിറ്റബിൾ പഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ മുട്ട വെച്ചോ ചിക്കൻ വെച്ചോ നമുക്ക് എല്ലാ പഫ്സും ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ വെജിറ്റബിൾ പഫ് എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് കമൻറ്റ്സ് പറയണേ. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഈ പഫ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യണേ. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്